മാസം കഴിഞ്ഞപ്പോഴത്തേനും അത് ലെഫ്റ്റ് സൈഡിലും ഇതിൽ വീക്കം വരും. അങ്ങനെ അത് ഒരു FNAC എന്ന് പറഞ്ഞിങ്ങനെ ഫ്ലൂയിഡ് കുത്തി പരിശോധനയ്ക്ക് അയച്ചു. അപ്പോഴാണ് അത് ലിംഫോമ എന്ന് പറഞ്ഞ ക്യാൻസർ ആണെന്ന് പരിശോധനയിൽ മനസ്സിലായി. പെട്ടെന്ന് തന്നെ എന്നെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ എനിക്ക് ഉടനെ തന്നെ റൈറ്റ് ടോൺസിലിൻ്റെ സർജറി നടത്തുകയും ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു. അതിനുശേഷം PET സ്കാൻ എടുത്തു. അപ്പോൾ അത് 3rd സ്റ്റേജ് ക്യാൻസറിലേക്ക് എത്തിയായിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഒരു കുടുംബമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ദൈവസ്ഥലത്തിൽ മുട്ടുകുത്തി കർത്താവ് എനിക്കൊരു വചനം തന്നു. ഭയപ്പെടേണ്ട കർത്താവ് എനിക്ക് തന്ന വചനം എന്തായിരുന്നു? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. അതുപോലെ തന്നെ നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എങ്കിലും വിശ്വസിക്കുക. ആ സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഈ വചനം ഏറ്റെടുക്കാനുള്ള കൃപ എനിക്ക് തരണേന്ന് ആത്മാർത്ഥമായിട്ട് ആ ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു വലിയ അതിശയം ഉണ്ടായി. കാരണം നമ്മൾക്ക് ഒരു രോഗം വരും, പ്രത്യേകിച്ച് ക്യാൻസർ വരുമ്പോൾ നമ്മൾ ഭയവും ഭീതിയും എന്തെല്ലാം ആശക്കെല്ലാം വരും. പക്ഷെ ഇതെല്ലാം ദൈവം എടുത്തു മാറ്റി സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവ സമാധാനം എൻ്റെ അതോടുകൂടി ഞാൻ എൻ്റെ യേശു കർത്താവുമായിട്ട് ഒരു പുതിയ യാത്ര തുടങ്ങുവാണ്. അങ്ങനെ ഒരു സന്തോഷവും സമാധാനം എൻ്റെ ഹൃദയത്തിൽ വന്നു നിറഞ്ഞു. പിന്നെ കർത്താവ് എനിക്കിത് സംബന്ധിച്ച് കുറേ ബോധ്യങ്ങൾ തന്നു. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു രോഗമോ ഒരു പ്രശ്നമോ ഒന്നും ദൈവം നമുക്ക് തരുന്നതല്ല. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് ശത്രു വരുന്നത്. നമുക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനാണ് യേശു വന്നത്. ഈ പ്രശ്നം ദൈവത്താലല്ല, ഒരിക്കലും അത് അങ്ങനെ വിചാരിക്കരുത്. ഇത് ദുഷ്ടൻ തന്നതാണെന്ന് കരുതി ഇത് യേശു കർത്താവിൻ്റെ നാമം എന്നിൽ മഹത്വം എടുക്കാൻ വേണ്ടി ആണെന്ന് ആ ഒരു വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാനും അതിനെ ഫൈറ്റ് ചെയ്യാനുമുള്ള കൃപ എനിക്ക് തന്നു. അതുപോലെ നമ്മൾ വചനം വായിക്കുമ്പോൾ മനസ്സിലാകും, സകലവിധ വ്യാധികളെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ അവരിൽ നിന്ന് ആ രോഗത്തിൻ്റെ ആത്മാവിനെ ശ്വാസിച്ച് പുറത്താക്കി. അതുപോലെ ഈ ക്യാൻസറിൻ്റെ രോഗത്തിൻ്റെ ആത്മാവിനെ ശ്വാസിച്ച് പുറത്താക്കണം എന്നുള്ള ബോധ്യമായി ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപറഞ്ഞു. കയ്പുള്ളത്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഇത് കർത്താവിന് പ്രവർത്തിക്കുന്നതിന് തടസ്സമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി. കാരണം പലപ്പോഴും രോഗം വരുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടിയാണ് ശത്രു നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ഇടയാകുന്നത്. അതെല്ലാം ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചു. ശത്രുവിന് കടക്കാനുള്ള വാതിലുകളെ അടച്ചു. സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളെയും തകർത്ത് ദൈവസന്നിധിയിൽ മുന്നേറിക്കൊണ്ടിരുന്നു. ഡോക്ടർ എനിക്ക് 6 കീമോയാണ് പറഞ്ഞത്. ഓരോ കീമോയും 6 ദിവസം വീതം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകണം. 24 hours നമ്മുടെ ശരീരത്തിൽ കൂടെ മരുന്ന് കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ വളരെ സന്തോഷം സമാധാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു പോയത്. അവിടെ ആയിരിക്കുന്ന സമയത്തൊക്കെയും എനിക്ക് അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ കീമോകോട്ട് ഹാർട്ടിൻ്റെ സൈഡിലായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് മരുന്ന് കയറുന്നത്. പക്ഷേ ആ ഓരോ ദിവസവും ഓരോ മണിക്കൂറും മയങ്ങാനുള്ള മരുന്ന് തന്നാൽ പോലും ഉറങ്ങത്തില്ല. ആ സമയത്ത് മുഴുവൻ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് വാഷ്റൂമിൽ പോകാനും ഇത് ഊരുന്ന സമയത്ത് ചുറ്റുപാടുമുള്ള, കാരണം ലേഡീസ് വാർഡിലാണ്, കീമോയ്ക്ക് പ്രത്യേക വാർഡുണ്ട്. അപ്പോൾ അവിടെയുള്ളവരോട് കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കാനൊക്കെ കർത്താവ് എനിക്ക് അവസരം തന്നു. ആദ്യത്തെ കീമോ 6 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ കീമോയൊക്കെ നടക്കും, പക്ഷേ എനിക്ക് ഒരാഴ്ച പോലും എനിക്ക് ആരാധനയ്ക്ക് കടന്നു പോകുന്നതിന് ഒരു തടസ്സം വരില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ശനിയാഴ്ച രാത്രി ഡിസ്ചാർജ് ചെയ്യും, ഞായറാഴ്ച രാവിലെ ഞാൻ ആരാധനയ്ക്ക് പോകും. അങ്ങനെ ദൈവസഭ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ആശ്വാസവും ധൈര്യവും ബലവുമായിരുന്നു. ഒരു ഫസ്റ്റ് 6 ദിവസം കഴിഞ്ഞു. വീട്ടിലെത്തി 2 ദിവസം കഴിയുമ്പോൾ കീമോയുടെ സൈഡ് ഇഫക്ട്സ് തുടങ്ങും. നമ്മുടെ വായെല്ലാം പൊട്ടും, അതുപോലെ മുടി മുഴുവൻ പോയി, പിന്നെ ശരീരം മുഴുവൻ വേദന എടുക്കും. അത് അങ്ങനെയൊക്കെയുള്ള ഇതിൽ കൂടെ കടന്നു പോകുമ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ആണെന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് യേശു കർത്താവിൻ്റെ രക്തം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എനിക്കുള്ളതല്ല, എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം എൻ്റെ യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തം സകല പാപങ്ങൾക്ക് എന്നെ ശുദ്ധീകരിക്കും. എല്ലാം ഞാൻ പറഞ്ഞു. യേശു കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം, ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓരോ വിഷയത്തിലും ജയം എടുത്തുകൊണ്ടിരുന്നു. ഒരിക്കലും നിരാശയുടെ ഒരു വാക്ക് പോലും പറയാതെ കർത്താവ് എന്നെ സൂക്ഷിച്ചു. അതിനുശേഷം വീണ്ടും ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറി 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത കീമോയ്ക്ക് പോകും. അങ്ങനെ 2ാമത്തെ കീമോയും കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മുടെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കും. ദൈവകൃപയാൽ വോമിറ്റിംഗ് ഒന്നും ഉണ്ടാകാതെ കർത്താവ് എന്നെ സൂക്ഷിച്ചു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളൊക്കെ കഴിക്കാൻ പറ്റി. പക്ഷേ വാ പൊട്ടുന്നത് സിവിയർ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. എങ്കിലും കർത്താവ് എന്നെ കൃപയിൽ സൂക്ഷിച്ചു. 3ാമത്തെ പ്രാവശ്യം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ടായി. വാ പൊട്ടിയിട്ട് അതിന് അനങ്ങാൻ പോലും പറ്റത്തില്ല. ശക്തമായ ചുമ, ദേഹവേദന,
ശരീരം മുഴുവൻ കറുത്തു. അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഓർത്തു, ലാസറിനെ ഉയർപ്പിച്ച യേശുവാണ് എൻ്റെ അകത്തിരിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇതായത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്ത് കീമോവായിട്ട് മുമ്പോട്ട് പോകുന്നത്? എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സഭയിൽ ദൈവദാസനും ഭവനത്തിൽ കടന്നു വന്നു. അപ്പോൾ ഈ ചിന്തയ്ക്ക് പെട്ടെന്ന് തന്നെ ആ ദൈവദാസനിലൂടെ വീണ്ടും കർത്താവ് എന്നെ ഉറപ്പിച്ചു. കാരണം കീമോ ഒന്നും എടുക്കാതെ അല്ലെങ്കിൽ എടുത്തിട്ട് നിർത്തിയിട്ട് ദൈവം സൗഖ്യം തന്നെ എത്രയോ പേര് നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കണം. ദൈവദാസൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ കീമോ നിർത്തുവാണ്. എന്നെ സൗഖ്യമാക്കുകയും എന്നെ ജീവിപ്പിക്കുകയും കർത്താവിൻ്റെ പദ്ധതി തീരുവോളം എന്നെ നടത്തുകയും ചെയ്യുന്ന കർത്താവ് എൻ്റെ അകത്തുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ തീരുമാനമെടുത്തു. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ പെറ്റ് സ്കാൻ എടുത്തു. പെറ്റ് സ്കാൻ എടുത്തപ്പോൾ ആദ്യം എനിക്ക് 13 സ്പോട്ടിലാണ്. ഇത് ലിംഫോമ എന്ന് പറയുമ്പോൾ ലിംഫ് നോട്ട്സ് ഉള്ളിടത്തെല്ലാം ഇത് സ്പ്രെഡ് ആകും. പ്രത്യേകിച്ച് 3rd സ്റ്റേജും ആയപ്പോൾ 13 ലിംഫ് നോഡിലായിരുന്നു ഇത് ബാധിച്ചിരുന്നത്. അപ്പോൾ പെറ്റ് സ്കാൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിൽ നെക്കിൽ കഴുത്തിൻ്റെ ഭാഗത്തുള്ള 2 സ്പോട്ടിൽ മാറിയിട്ടില്ല എന്നാണ്. അത് ചെറുതായിട്ടുണ്ട്, ബാക്കിയെല്ലാം നന്നായിട്ട് മാറി, ട്രീറ്റ്മെൻറ്റിനോട് നന്നായിട്ട് പ്രതികരിച്ചു എന്നൊരു റിപ്പോർട്ട് വന്നു. പക്ഷേ ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു, യേശു കർത്താവ് സൗഖ്യം തന്നാൽ അത് പരിപൂർണ്ണ സൗഖ്യമാണ്, ഒരിക്കലും അത് ഭാഗികമായ ഒരു സൗഖ്യമല്ല. ആ റിപ്പോർട്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. യേശുവിൻ്റെ അടിപ്പടകാൽ എനിക്ക് സൗഖ്യം വന്നു. ഈ റിപ്പോർട്ടിലല്ല, കർത്താവിൻ്റെ റിപ്പോർട്ടിലാണ് വിശ്വസിക്കുന്നത്. എനിക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പെറ്റ് സ്കാൻ എടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ റിപ്പോർട്ട് നിങ്ങൾ ഫസ്റ്റ് വന്ന കസ്റ്റമർ ആയതുകൊണ്ട്, പേഷ്യൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വേഗം വിട്ടായിരുന്നു. ഈ റിപ്പോർട്ട് ഞങ്ങൾ വീണ്ടും പരിശോധിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ ഇന്ന് ജീവിക്കുന്ന കർത്താവ് ഈ യാത്രയിൽ ഈ ക്യാൻസറുമായിട്ടുള്ള ഫൈറ്റിങ്ങിൽ പൂർണ്ണമായ വിജയം എനിക്ക് തന്നു. ദൈവനാമം